മേൽക്കണീതാ പീലിയുമായിൽ മേൽത്തോന്നും മേനിയും തേதை പിടിത്തതണ്ടും കൈയും നീയും എന്നേക്കും വാഴ്കവേ തേதை வாழ்க வாழ்க നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ തേதை വഴിക്കുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം തേதை അഴിവുകാലം വന്നടുത്തു അലയുന്ന നിൻ മക്കളെ തേதை പട്ടുട പണി പുടവ പവിഴമൂത്തു മാലയും തേதை അലങ്കരിച്ച പന്തലിൽ വന്നുതക വേണം മാത്തോമൻ തേதை അലങ്കരിച്ച പന്തലിൽ വന്നരുക വേണം താതിവൃതത്തെ. അയ്യോ എന്റെ ദൈവമേ, എനിക്ക് വയ്യായേ, എന്റെ കാലുളുക്കിയേ. അയ്യോ സിൽവിയുടെ കാലുളിക്കോ? വേദനയുണ്ടോ സിൽവി? എന്റെ സിൽവി നാണക്കേടായി പോയല്ലോ, എന്നെ പറയാനാ? എന്ത് ചോദ്യാ എന്റെ പുഷ്പേ, വേദന ഉണ്ടോന്നോ? ഞാൻ അന്നേരെ പറഞ്ഞതാ വേണ്ടാത്ത പണിക്ക് പോകണ്ട പോകണ്ട എന്ന്. അതെങ്ങനെയാ ഞാൻ പറയുന്ന? ഇവിടെ ആർക്കെങ്കിലും വിലയുണ്ടോ? എന്നാ ഇപ്പൊ ചെയ്യുക? സിലു ചേച്ചി, ആ കാലൊന്ന് ശരിക്ക് ചവിട്ടി നോക്കിക്കേ. എന്നാ പറയാനാ, നമ്മൾ സ്റ്റേജിലായി പോയില്ലേ, ഇനി എന്നാ ചെയ്യാനാന്നേ? ഈ സാരി ഉടുത്തോണ്ട് ഈ കോപ്രായം കാണിക്കട്ട എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ പുഷ്പ ചേച്ചിയോട്. ആ ട്രഡീഷണൽ ചട്ടയും മുണ്ടും മതിയായിരുന്നു. എന്നാ പറയാനാ? ഓ പിന്നെ ഒരു ചട്ടയും മുണ്ടും അങ്ങനെ കുറ്റിയിലെ സാറാമ്മ ചേച്ചിയുടെ അടുത്ത് ചെന്നപ്പോഴല്ലേ രസം. അടുത്ത മാസം അമേരിക്കയിലുള്ള മോളുടെ അടുത്ത് പോകാനേ ജീൻസും ടോപ്പും വാങ്ങാൻ ലുലുമാളി പോയിരിക്കുക കക്ഷി. എന്നാ ഇപ്പൊ ചെയ്യുക? അതെങ്ങനെയാ? ഈ നടുവും കാലും ഇല്ലാത്തവരെ കൂടെ ഇറങ്ങി തിരിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഇപ്പൊ കണ്ടില്ലേ? അതെങ്ങനാ? ഈ പുഷ്പ ചേച്ചിക്ക് എല്ലാരെയും സ്റ്റേജിൽ കൊണ്ടുവരണം. ഇനിയിപ്പൊ എന്നാ ചെയ്യാനാണേ? സിൽവി ചേച്ചി വാ, ഇങ്ങോട്ട് മാറി നിൽക്ക, ഒന്ന് നോക്കട്ടെ. വ്യൂള, നമുക്കൊരു പാട്ടെങ്കിലും പാടിയിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങാം. ഇല്ലേ ആകെ നാണക്കേടാ. എന്നാ പറയാനാ? എന്നാ ഇപ്പൊ ചെയ്യുക? കൃപയല്ലാതെ എന്നാ പറയാനാ? കൂടുതലായിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. അതെ, എന്നാ ചെയ്യാനാ? നമുക്ക് പാടിയാലോ? കൃപയെന്നല്ലാതെ എന്നാ പറയാനാണ്? യേശുവിനെ കണ്ടു തന്റെ ചങ്ക് തന്നു ചോര കൊടുത്തെന്നെ തന്നെ സ്വന്തമാക്കി ഉള്ളത് പറഞ്ഞാൽ തല്ലിപ്പൊളിയാണ്. അപ്പന്റെ സ്നേഹമെന്നെ മാറ്റിമറിച്ചു. ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയാണ്. അപ്പന്റെ സ്നേഹമെന്നെ മാറ്റിമറിച്ചു. എന്താ പറയാ എന്നാ ഇപ്പൊ ചെയ്യാ കൃപയെന്നല്ലാതെ എന്നാ പറയാനാണ്? അപ്പൊ നമ്മൾ അങ്ങനെ മാർഗങ്ങളിൽ തുടങ്ങി ഒടുക്കം പാട്ടിൽ അവസാനിച്ചു അല്ലേ പുഷ്പ ചേച്ചി? അതെ, നമ്മൾ ഓരോന്നും പ്ലാൻ ചെയ്യും, പക്ഷെ കർത്താവിന്റെ ഹിതമനുസരിച്ചാണ് ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. യെശയ്യായുടെ പുസ്തകം 55-ാം അധ്യായം 8-9 വചനങ്ങൾ ഇങ്ങനെ പറയുന്നു: കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എന്റേതുപോലെയുമല്ല.
ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു. അതുപോലെ എന്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ.